എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ മരണമെന്ന് പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. നോക്കൂ, ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ ഇന്നലെ കാസർഗോഡയിൽ സംഭവിച്ചതാ. വീട്ടിലേക്ക് ഐറ്റംസുകൾ, തരക്കാരികൾ വാങ്ങാൻ വേണ്ടി വന്നതാ. വന്നിട്ടിതാ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫോണിലൂടെ ഭാര്യയോട് സംസാരിക്കുകയാ. എന്താണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇങ്ങനെ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം കേൾക്കുന്നു, സാധനമെടുക്കാൻ നീങ്ങുന്നു. പെട്ടെന്നാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നേക്കുമായി ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞ് പോവുകയാ. മുഅ്മിനേ, ഇതാണോ മനുഷ്യൻ്റെ അവസ്ഥ? ഇത്രയുള്ളൂ മനുഷ്യന്, ഇത്രയുള്ളൂ മനുഷ്യൻ്റെ ഈ ദുനിയാവിലെ ജീവിതം. അഹങ്കരിക്കണ്ട, അസൂയ വേണ്ട, എല്ലാം നിർത്തലാക്കിക്കോ. എപ്പോഴാണ്, ഏത് സമയത്താണ് റഹ്മാനായ റബ്ബിൻ്റെ വിളി വരുന്നതെന്ന് പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല മോനെ. എത്ര സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വന്നത്. അദ്ദേഹം അറിയുന്നുണ്ടോ ഈ സംഭവങ്ങളൊക്കെ? 4 ഭാഗത്തിൽ നിന്നും ആൾക്കാർ വരുന്നു, അദ്ദേഹത്തെ പൊതിയുന്നു. എന്നിട്ടിതാ താങ്ങി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന രംഗമാണ്. അല്ലാ അല്ലാ, ഞങ്ങളെ ഒരാളെയും ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ പെടുത്തല്ലേ റബ്ബേ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് നല്ലതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ യതീമക്കളാക്കല്ല റബ്ബേ. ഞങ്ങളെ കുടുംബത്തെ വിഷമത്തിലാക്കല്ലേ അല്ലാ. നിൻ്റെ ത്വഅത്തിലായി ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടണേ അല്ലാ.